മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. യേശു തമ്പുരാൻ പത്രോസിൻ്റെ ഭവനത്തിൽ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈകളിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. കർത്താവ് ഒരു മകളെ തൊടുകയാണ്. തൊടുമ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൽ വെട്ടം വീഴുകയാണ്. അന്നുവരെ അവൾ അനുഭവിച്ച അസ്വസ്ഥതയ്ക്ക് ഒരു പരിഹാരമുണ്ടാവുകയാണ്. ഈശോയുടെ സ്പർശനത്തിൻ്റെ ആഴം ഇത്രമാത്രം വലുതാണ് എന്ന് അവൾ തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, സ്വർഗം തൊട്ടാൽ ജീവിതത്തിൻ്റെ തലവര മാറുമെന്നതിൻ്റെ സൂചനയാണ് തരുന്നത്. പരിശുദ്ധ വലിയ നോമ്പിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സ്പർശനം എൻ്റെ ജീവിതത്തിൽ വീഴണമേ എന്ന് ആഗ്രഹിച്ചാലോ? സ്വർഗത്തിൻ്റെ നിഴൽ വെട്ടം വീഴുന്നിടത്തെല്ലാം, അവൻ്റെ വസ്ത്രത്തിൽ വിളുമ്പിൽ തൊട്ടപ്പോഴൊക്കെ, അവൻ്റെ നോട്ടം വീണപ്പോഴൊക്കെ, കൽപ്പിച്ചപ്പോൾ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ച എത്ര വചന അനുഭവങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഓർത്തെടുക്കാനുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈശോയുടെ സ്പർശനം വീണിട്ടുള്ള എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വചനം അങ്ങേറ്റെടുത്താം. അവളുടെ ജീവിതത്തിൽ ഈശോയുടെ സ്പർശനത്തിന് ആഴം ലഭിച്ചതുപോലെ ഈശോയെ എൻ്റെ ജീവിതത്തിലും നീ സ്പർശിക്കണമേ. സ്വർഗം തൊടേണ്ട അനുഭവങ്ങൾ, മേഖലകൾ ഉണ്ടെങ്കിൽ അവയിലേക്ക് സ്വർഗത്തിൻ്റെ സ്പർശനം ദാഹത്തോടെ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കാം. അത് ചിലപ്പോൾ ചിന്തയുടെ മണ്ഡലത്തിലാവാം, ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകൃത മേഖലകളിലാവാം, ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുമാറാത്തൊരു ദുശീലാനുഭവത്തിലാവാം, ചിലപ്പോൾ നമ്മുടെ തഴക്ക ദോഷങ്ങളുടെ അനുഭവങ്ങളിലാവാം. സ്വർഗത്തിൻ്റെ സ്പർശനം നിഴൽ വെട്ടം വീഴേണ്ട അനുഭവങ്ങളിൽ സ്വർഗമേ, നിൻ്റെ വലത്തുകരം നീട്ടി എന്നെ ഒന്ന് സ്പർശിക്കണമേ. അവൾ എഴുന്നേറ്റതുപോലെ ജീവിതത്തിൽ എഴുന്നേൽക്കാനുള്ള പുത്തൻ കൃപ ഈ പ്രഭാതത്തിൽ നിനക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആമേൻ.